ഗോവിന്ദനെ നമുക്കൊന്ന് നന്നാക്കി എടുക്കണം. ബാംഗ്ലൂർ ആയിരുന്നപ്പോ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയേണ്ടിരുന്ന ആളാ. ഇനി അവരവർക്ക് വേണ്ട ഭക്ഷണം അവരവരുണ്ടാക്കി കഴിക്കണം ഈ വീട്ടില്. എന്താ അങ്ങനെ? ഞാൻ ഈ വീട്ടിലാണല്ലേ. ഈ വീട്ടിൽ തന്നെയാണ്. ഈ വീട്ടിൽ ഇനി മുതലുള്ള നിയമം അങ്ങനെ. ചെണ്ടിക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനല്ലാതെ വേറെ ആരെ വിളിക്കാനല്ലേ? അല്ലാണ്ട് എപ്പോഴും അമ്മ ഇങ്ങനെ ഈ നഴ്സറി കുട്ടികളെ പോലെ അവനെ വളർത്തി ശരിയാവത്തില്ല. ഹലോ ഹലോ, എന്തിയാടാ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ബെന്നിച്ചൻ എവിടെ പോയി കിടക്കും? ഞാൻ എത്ര നേരം വിളിക്കുന്നത്. അरे എനിക്ക് 150 കൂട്ടം പരിപാടികളില്ലടാ, നിന്നെ പോലെ ആണോ? എന്ത് 150? ഇതിനേക്കാളും വലിയ എന്ത് പ്രശ്നത്തിലാണോ താനോട് ഇരിക്കുന്നത്? ഞാൻ ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാ. എടാ എനിക്കിപ്പോ ഈ പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുണ്ട്, മീറ്റിംഗ് ഉണ്ടാ. ബെന്നിച്ച ഈ പറയുന്ന ആൾക്കാരും ബെന്നിച്ചന്റെ കൂടെ ഉണ്ടാവാറില്ല, ഞാനേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാനിവിടെ ഒരു പ്രശ്നത്തിൽ ബെന്നിച്ചന്റെ കൂടെ വേണ്ടേ? പിന്നെ നീ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുമല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ലടാ നീ എന്നെ വിളിക്കുന്നത്. വിഷയത്തെ തെന്നി മാറാതെ ഞാൻ പറയുന്ന അങ്ങോട്ട്. ഞാൻ ഇവിടെ വലിയൊരു പ്രശ്നത്തില. ബെന്നിച്ചൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ നിന്റെ പ്രശ്നം? നീ എന്നെ തൂങ്ങിച്ചാൻ പോകണം. ബെന്നിച്ച ഇവിടെ വാ. പിന്നെ വരുമ്പോഴേ ഫ്രണ്ടിൽ കൂടെ വരണം. ബെന്നിച്ച ബാക്കിൽ കൂടെ വന്നാൽ മതി. ബാക്കി കൂടെ വന്നാ എന്നാ? ബാക്കിൽ കൂടെ. എടാ ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? ബെന്നിച്ചനും കൂടെ വാ, ഞാൻ പറഞ്ഞു തരാം. ബാക്കി കൂടെ എന്തിനാണ് ഞാൻ വരുന്നത്? അവിടെയൊക്കെ കാടും വെള്ളയൊക്കെ. പിന്നെ കാടും താണ്ടി വരാത്തൊരു മനുഷ്യൻ ഒന്നും കൂടെ വാടോ. ഞാൻ ബെന്നിച്ച പെട്ടെന്ന് വാ. എന്നാ ഞാൻ വരാൻ വെക്ക്. ശരി. പണ്ടാറടങ്ങാനായിട്ട് എങ്ങനെയാണാവോ ഞാനിതൊന്ന് തീർക്ക. മനുഷ്യനെ മാനസമാധാനം പ്രേമിക്കാണ് സമ്മതിക്കല. പുല്ലറ്റ്. അമ്മ വന്നത് കൊള്ളത്തില്ല കേട്ടാ. മാസിൽ വരാൻ പറഞ്ഞിട്ട് ഒരുമാതിരി ശ്രീനിവാസൻ മറ്റേ അതുപോലെ ഉണ്ട് ഇത് കാണുമ്പോ. അയ്യേ, അത് നീ വീഡിയോ പിടിച്ചതിന്റെ കുഴപ്പമായിരിക്കും. ആഹാ, നല്ലപോലെ നടന്നതാ. ഇതാണോ നല്ല നടത്താം? ഒരുമാതിരി അതെ. ഓ നിന്റെ കുറെ നല്ല രസമുണ്ട്. പിന്നെ ക്ലാസ് ആയിട്ട് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാ മാധുരി ദീക്ഷിതാന്നാ പാവം. അപമാനിക്കരുത് കേട്ടോ. നീ മാധുരി ദീക്ഷിതല്ല, ഒരുമാതിരി അസത്ത. എന്താ അമ്മേ? എന്താ ഇത്രയും നന്നായിട്ട് വീഡിയോ എടുത്തു വന്നിട്ട്? നീ നന്നായിട്ട് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കൊളായിട്ടിരിക്കണത്. അമ്മേ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ നമുക്ക് ഗോവിന്ദന് ഇതാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇതാണ് ഇപ്പത്തെ പ്രശ്നം. ഇതാണ് നിന്റെ പ്രശ്നം? ഇതല്ല എന്റെ പ്രശ്നം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ ഒരു പ്രശ്നമാണോടെ? എന്താ? നീ എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കേക്ക്. എന്താണ്? ഒന്നും പറയണ്ടാ, ഭരണമൊക്കെ മാറി, നമ്മളിപ്പോ പ്രതിപക്ഷത്തായി. ആ മിലണില്ലേ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ എടുക്കാൻ വന്നേ, അവന്റെ ഒരു അമ്മാവനാണ് ഇപ്പം അവിടുത്തെ മെയിൻ. എനിക്ക് പുള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ പ്രതിപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലടാ. അതൊന്നും അല്ല ഇപ്പത്തെ പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? അടുക്കള ഭരണമാണ് ഇപ്പത്തെ പ്രശ്നം. എടാ ഞാനിപ്പോ പ്രതിപക്ഷത്താണ്. എന്റെ പെണ്ണിച്ച മനുഷ്യനിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ട അറിയാതിരിക്കുക. അപ്പോഴാണ് പ്രതിപക്ഷം ഭരണപക്ഷം. ഏത് പക്ഷത്താളും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാ പോരെ. ഭക്ഷണമാണ് മെയിൻ. അത് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? അത് ശരിയാ. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം? അമ്മ, ഞാനിതേ അമ്മയുടെ ഈ അലമ്പ് ഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇത് മാത്രം ഇടും, എന്നിട്ട് പിന്നെ എന്റെ ഡാൻസ് ഇടും. അങ്ങനെ വേണ്ട, എന്റെ പകുതി ഭാഗങ്ങള് നിന്റെ പകുതി ഭാഗങ്ങള് അങ്ങനെ മതി. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായോ? നീലൻ. അതെ അതെ അതെ. അന്ന് ഫോട്ടോ എടുക്കാൻ വന്നാ നമുക്ക് ഫസ്റ്റ് കിട്ടിയ വീഡിയോ ഇല്ലേ അതിന്റെ വന്നത്? എന്റെ പുതിയ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പൊ ഇന്നാള് തുടങ്ങിയ സ്റ്റുഡിയോയോ? ഓ, അത് പൂട്ടിപ്പോയി. അത് വാടക കൊടുക്കാത്തോണ്ട് അവരെ ഇറക്കി. ഇപ്പൊ എവിടെ തുടങ്ങുന്നത്? തൊട്ടപ്പുറത്ത് ഒരു മാസത്തേക്ക് അവിടെ ആയിരിക്കും ഞാൻ. അപ്പൊ ഓരോ മാസം ഇങ്ങനെ സ്റ്റുഡിയോ മാറ്റി വാടക കൊടുക്കാത്തോണ്ട് അവരെ ഇറക്കി വിടും. ഈ ബിസിനസ് കൊള്ളാലോ അമ്മ. ഇത് അതൊന്നുമല്ല, ഫേമസ് ആവാനാ. ആഴ്ച സ്റ്റുഡിയോ തുടങ്ങുന്ന ആളെന്നുള്ളൊരു വൈറൽ ആകുമല്ലോ. അതിനാണല്ലോ ഉള്ള ആളെന്തായാലും. താങ്ക് യു. അപ്പൊ ഉദ്ഘാടനത്തിന് വരണം. ഞങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലല്ല, അത് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ 2 കളറിൽ ലഡു ഉണ്ട്, അത് കഴിക്കുക പോവാ. ഞങ്ങൾ അങ്ങനെ പോവാറില്ല. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ പോവാറുള്ളൂ. ഞങ്ങളിപ്പോ റീൽസിലൊക്കെ വലിയ കസ്റ്റമേഴ്സ് ആയിട്ട് ഞാൻ വിളിച്ച പുതിയ വേറൊരാളെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും മോൻ വന്നതല്ലേ, ഞങ്ങൾക്ക് അന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റും കിട്ടിയതല്ലേ. അതിന്റെ കാര്യമൊന്നും പറയല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ഒരു ചായ എങ്കിലും തരാതെ വിടുന്നത് ശരിയല്ല. അയ്യോ, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇന്ന് ഞാനല്ല അടുക്കളയിൽ, എന്റെ മോനാ. എന്റെ കൈപ്പുണ്യം എന്തായാലും കിട്ടാതിരിക്കത്തില്ല. പിന്നെ എന്റെ ഭർത്താവായോണ്ട് കുറച്ചും കൂടെ കൈപ്പുണ്യം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നിന്റെ ഭർത്താവാകുന്നതിന് മുമ്പ് എന്റെ മോനാ. ചായ കുടിച്ചിട്ട് പോവാം. ഗോവിന്ദ, ഒരു ഗസ്റ്റ് ഉണ്ട്, ഉമ്മറത്തേക്ക് ഒരു ചായ. കണ്ട ഇതാണ് അവസ്ഥ. ഇവിടെ എന്തുണ്ടെങ്കിലും ശരി
ഇപ്പൊ എന്റെ തലയിലാ. നീ എന്നാ ഒരു ചായ വെച്ചു കൊടുത്തു പറയാതെ ആ പ്രശ്നം തരും. നിനക്ക് നിന്റെ കഴിവ് വിളിക്കാനുള്ള ഒരു അവസരമായിട്ട് നീ കണക്ക് കൂട്ടി. കഴിവ് തെളിയിക്കാൻ ഈ ഒരു കഴിവേട്ടവനായിട്ടുള്ള ഒരു പ്രസ്താവന ഇവിടെ നടന്നുണ്ട്. അത് മാറ്റി കൊടുക്കണം. നിനക്ക് നല്ല കഴിവുണ്ടെന്നുള്ളത് നീ കാണിച്ചു കൊടുക്കണം, തെളിയിക്കണം. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ വെറും ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഇല്ലല്ലോ. അത് ശരിയാ, അത് ശരി. നമുക്ക് വെറൈറ്റി പിടിക്കാം. വെറൈറ്റി വെറൈറ്റി എന്ന് പറയുമ്പോൾ ചായയിൽ വെറൈറ്റി ഉണ്ടോ? യെസ് ഉണ്ടാ? യെസ്. എന്ത്? മസാല ചായ. മസാല ചായ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാം. ഇരിക്കും മോനെ. അതെ, ഏതായാലും വന്ന സ്ഥിതിക്ക് എനിക്ക് എഡിറ്റിങ്ങിന്റെ കുറച്ച് ബേസിക്സ് പറഞ്ഞു. പിന്നെന്താ? അന്ന് പറഞ്ഞു എനിക്ക് ഈ റീൽ എഡിറ്റ് ചെയ്തിടാനായി. റീൽ എഡിറ്റ് ചെയ്യാൻ എച്ചെന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ കൈപ്പത്തി വരും. അത് വെച്ച് വലിച്ചു വലിച്ച് വിട്ടിട്ട് പോയാൽ ഇത്ര ഉള്ള എഡിറ്റിങ്. ആണോ? സിമ്പിൾ ആയത്. ഇത്ര സിമ്പിൾ ആണോ? എന്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് ഞാൻ പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. ഓ എന്റെ പൊന്നോ. ഇനി ബാക്കി ചെയ്യേണ്ടതൊക്കെ താങ്കൾ. ഞാൻ പറയാം. നീ ആ തേയിലിങ് എടുത്ത്. എടാ തേയിലിങ് എടുക്കടേ. അറി ഞാൻ പഠിച്ചോളാം. ഈ പാടുപെടണ്ട. കൂടി പോയോ? കണക്കൊക്കെ ഇല്ല, ഇങ്ങനെ എടുത്ത് കമത്തിയാൽ മതിയോ? എടാ അതൊക്കെ കണക്കൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കരുത്. അതായത് ഇനി വേണ്ട മസാല ചായ അല്ല നമ്മളുണ്ടാകും. മസാല ചായ. ഇവിടെ മസാല ഇരിപ്പുണ്ടോ? മസാല ഇല്ലാണ്ട് മസാല ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. മസാല ഇരിപ്പുണ്ടോ നോക്കി. എടാ നോക്കി പെട്ടെന്ന്. തിളച്ച് വരുന്നതിന് മുമ്പ് എങ്ങനെ കൊണ്ടുവരുവാടേ നീ? ഇപ്പൊ കൊണ്ടുവരാം. ആ കൊണ്ടുവാ. ഇത് കണ്ടിട്ടൊരു മസാല മാറിയുണ്ട്. ഉറുമ്പൊടിയാണോ? അല്ലല്ലോ, ചിക്കൻ മസാലയാണ് തോന്നി. ആ ചിക്കൻ മസാലകൾ മതിയിടാ. തൽക്കാലം ചെറിയൊരു മസാല കിട്ടിയാൽ മതി. എടുത്ത് വെച്ച്. ഇപ്പം തേയിലയായി, മസാലയായി. മസാല ഇടുമ്പോൾ ഉപ്പിടണം. എന്നാ പിന്നെ കുറച്ച് അരിയും കിട്ടി ബിരിയാണി ഉണ്ടാക്കിയാലോ? ചായ എന്നല്ലേ പറഞ്ഞത്, ചായ ഉണ്ടാക്കണു. അല്ല മസാല ചായ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മസാല വരുമ്പോഴത്തേക്ക് ഒരു ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു നൈസായിട്ട് ഉപ്പ് ഇങ്ങോട്ട് കുറച്ച് ഉപ്പ് മതി. വേണോ? ഒരു പേരിന് മതിയല്ലേ? അല്ല ഇതിൽ ഏതാണ് കളർ കണ്ടിട്ട്? ഇതൊക്കെ മതി. ഒരു ലേശം പോരെ. ഇത് മസാല ചായ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു മസാല വരുമ്പോഴത്തേക്ക് ഉപ്പ് വരണ്ടേ? കുറച്ച് പഞ്ചസാര നമുക്ക് അവസാനം ഇടാം. തിളച്ചിങ്ങ് പൊന്തി വരട്ടെ. നമുക്ക് റീൽസിലും ഭയങ്കര വലിയ താരം. ഞാൻ എന്നാ പൊക്കോട്ടെ. അയ്യോ ഇരിക്കും മോനെ, ചായ പറഞ്ഞില്ലേ? ഗോവിന്ദ എത്ര നേരം ഒരു ചായ പറഞ്ഞിട്ട്? വേഗം കൊണ്ടുവാ. സമയമില്ലായിരുന്നു, പൊക്കോട്ടെ. ഓ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. കുടിച്ചിട്ട് പോയാ മതി. ഒന്നാം സമ്മാനം മേടിച്ചു തന്ന ആളല്ലേ. ഇത് നീ കൊണ്ട് കൊടുത്ത് നിനക്ക് നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. ആണല്ലേ? കേട്ടാ, ഞാനിത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് എന്റെ കഴിവ് തെളിയിക്കണം. ഞാൻ ഇനി അടുത്ത വല്ല ഷെഫ് വർമ്മയാവൂ. നീ നിന്റെ ഭാര്യയുടെ അമ്മയുടെ മുമ്പിൽ ഒന്ന് ആളായി കാണിക്കും. ആളായി മതി. അങ്ങനെങ്കിലും എനിക്കൊന്ന് ആശ്വസിക്കാം. ഓക്കെ. മിലൻ ബ്രോ ആയിരുന്നു. ഗോവിന്ദൻ ബ്രോ, ചായ കുടിക്കൂ. താങ്ക് യു. അന്നത്തെ നമ്മുടെ റീലില് ഞങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഫസ്റ്റ് പ്രൈസ് പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. ഒന്നാണല്ലോ. എല്ലാം അടിപൊളിയായിട്ട് പോണോ? സൂപ്പർ. ചായ എന്റെ വീട്ടിലെ ചായ മേടിച്ചു കുടിച്ചിട്ട് നീ എന്നെ തന്നെ തുപ്പുന്നോടാ നാറി. എന്താണ് സൗണ്ട് കേട്ട്? ഇതിനൊക്കെ അല്ല അല്ലടാ മീല, നീ ആയിരുന്നു ഇവിടെ വന്ന ഗസ്റ്റ്. ഞാനിട്ടെ ആയ എങ്ങനെയുണ്ട്? അമ്മേ ഇവിടുന്ന് തന്നാ കൈ വെച്ചോ, ഞാൻ പിന്നെ മേടിച്ചോ. പിന്നെ ഞായറാഴ്ച എല്ലാരും വരണം. സ്റ്റുഡിയോയുടെ പുതിയ സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷൻ ആണ്. 2 കളർ ലഡു ഉണ്ട്. പറഞ്ഞു എന്തിനാണെന്ന് മാത്രം. ചുമ്മാതല്ല, അവൻ തുപ്പിയാലും തല്ലിയാലും ഒന്നും പറയാനില്ല. അതെന്താ? മസാല ചായ ഇവന്റെ ഐഡിയ. അമ്മയുടെ മകന്റെ ശരിയായില്ല എന്ന് തോന്നുന്നില്ല. കിട്ടുക നീ കിട്ടും.